ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിപണിയിൽ സ്റ്റാർട്ടിങ്ങിൽ വൻതോതിലുള്ള സെല്ലിംഗ് പ്രഷർ ഉണ്ടായെങ്കിലും പിന്നീട് അതിനെ അതിജീവിച്ചുകൊണ്ട് ഒരു ഫ്ലാറ്റ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ മാർക്കറ്റിന് സാധിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. കാരണം ഇന്ന് നിഫ്റ്റി 25,196 എന്ന ലെവലിൽ ഇന്നലത്തെ അതേ ക്ലോസിംഗിൽ തന്നെയാണ് ഓപ്പൺ ചെയ്തത്. പിന്നീട് അത് വലിയ തോതിലുള്ള സെല്ലിംഗ് സംഭവിച്ചുകൊണ്ട് 25,121 വരെ താഴോട്ടേക്ക് പോയിരുന്നു. എന്നാൽ പിന്നീട് ആഫ്റ്റർനൂൺ ഒരു റിക്കവറി നിഫ്റ്റിയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. 25,255 എന്നുള്ള ഹൈ വരെ അത് ക്രിയേറ്റ് ചെയ്തിരുന്നു. ഏറ്റവും ഒടുവിൽ 25,212 എന്ന ഒരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് ക്ലോസിംഗ് ആണ് ഇന്ന് നിഫ്റ്റിയിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇന്നലെ ഓവർനൈറ്റ് US മാർക്കറ്റിൽ ഒരു മിക്സഡ് റിയാക്ഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഡൗ ജോൺസും S&P 500 നെഗറ്റീവിലായിരുന്നു ക്ലോസ് ചെയ്തെങ്കിലും നാസ്ഡാക്ക് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. നമുക്ക് നാസ്ഡാക്കിന്റെ റാലി അതിപ്പോൾ റെക്കോർഡ് ഹൈയിൽ എത്തിയിരിക്കുകയാണ്. കണ്ടിന്യൂസ് ആയിട്ടുള്ള ട്രേഡിംഗ് സെഷനിൽ ഈ മാസം മൊത്തത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു ഏകദേശം 5% ഒരു അപ്സൈഡ് മൂവ് നാസ്ഡാക്കിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം US നാസ്ഡാക്ക് ഇൻഡെക്സ് എന്ന് പറയുന്നത് ടെക്നോളജി സ്റ്റോക്കുകളുടെ ഒരു ഇൻഡെക്സ് ആണ്. അപ്പോൾ എൻവിഡിയ സ്റ്റോക്കിൽ ഉണ്ടായിട്ടുള്ള വമ്പിച്ച ഗെയിനാണ് നാസ്ഡാക്കിനെ വളരെയധികം പോസിറ്റീവ് ആക്കിയത്. അതിൻ്റെ ഒരു റാലി തുടർന്നുകൊണ്ടിരിക്കുന്നതായിട്ടും നമുക്ക് കാണാം. അപ്പോൾ നിലവിൽ US എക്കണോമിയുടെ റിയാക്ഷൻസും വളരെ മിക്സഡ് ആണ്. 10 ഇയേഴ്സിൻ്റെ ട്രഷറി ഈൽഡ് ഉയർന്നിട്ടിപ്പോൾ 4.47% ആയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്നലെ വന്ന CPI ഇൻഫ്ലേഷൻ ഡാറ്റ അതും വലിയ പ്രതീക്ഷ നൽകുന്നതല്ല എന്ന് നമുക്ക് കാണാം. ഇപ്പോൾ ആക്ച്വൽ CPI ഇൻഫ്ലേഷൻ ഡാറ്റ ഇപ്പോൾ വന്നിട്ടുള്ളത് 2.7% ആണ്. ഫോർകാസ്റ്റ് ചെയ്തത് 2.6% ആണ്. കഴിഞ്ഞ മാസം അത് 2.4% ആയിരുന്നു. അപ്പോൾ സ്ട്രീറ്റിൻ്റെ ആ ഒരു എസ്റ്റിമേഷന് മുകളിലായിട്ടാണ് ആക്ച്വൽ CPI ഇൻഫ്ലേഷൻ ഡാറ്റ വന്നിട്ടുള്ളത്. അപ്പോൾ ഓഗസ്റ്റ് 1 ശേഷം കൂടുതൽ ട്രംപ് താരിഫ് നിലവിൽ വന്നു കഴിഞ്ഞാൽ ഈ ഇൻഫ്ലേഷൻ ഈ ലെവലിൽ നിന്നും ഇനിയും ഉയരാനുള്ള സാധ്യതയാണ് പൊതുവെ കണക്കൂട്ടപ്പെടുന്നത്. അപ്പോൾ ട്രേഡ് ഡീലുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളിൽ നമ്മൾ കാണുന്നത് ഏറ്റവും ഒടുവിൽ US ഇന്തോനേഷ്യയുമായിട്ട് ഒരു കരാർ ഉണ്ടാക്കുന്നതിൽ വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്തോനേഷ്യയുടെ ആ ഒരു റെസിപ്രോക്കൽ താരിഫ് അവർ 19% ആക്കിയിട്ട് ചുരുക്കിയിട്ടുണ്ട്. മുമ്പേ അത് 32% ആയിരുന്നു. അതുപോലെ US ഇന്തോനേഷ്യയിലുള്ള അവരുടെ എക്സ്പോർട്ടിന് ഇന്തോനേഷ്യ ചാർജ് ചെയ്യുന്നത് 0 ആണ് എന്നുള്ളതും ഇവിടെ ശ്രദ്ധേയമായൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെ ഏകപക്ഷീയമായിട്ട് ഇന്തോനേഷ്യ US മുന്നിൽ കീഴടങ്ങിയതായിട്ട് നമുക്ക് കാണാം. നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ നിഫ്റ്റിയുടെ ആ ഒരു ഫ്ലാറ്റ് ക്ലോസിങ്ങിൽ കാര്യമായ മൂവ് നടന്ന ഒരു സെക്ടോറൽ ഇൻഡെക്സ് എന്ന് പറയാൻ കഴിയുന്നത് PSU ബാങ്ക് ഇൻഡെക്സ് ആണ്. അവിടെ 1.81% ഒരു അപ്സൈഡ് മൂവ് ഉണ്ടായതായിട്ട് കാണാം. അപ്പോൾ PSU ബാങ്ക് ഇൻഡെക്സിലുള്ള 12 PSU ബാങ്ക് സ്റ്റോക്കുകളും ഇന്ന് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ഇതിന് കാരണമായിട്ട് നമ്മൾ കാണുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പുതിയ ചില പരിഷ്കാരങ്ങൾ അവർ ബാങ്കിങ് ആൻഡ് ഫൈനാൻഷ്യൽ സെക്ടറിൽ കൊണ്ടുവരാനുള്ള അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ചില റിപ്പോർട്ടുകൾ. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശം ആ റിപ്പോർട്ടിലുള്ളത് PSU ബാങ്കുകളിലെ വിദേശ നിക്ഷേപം ഉയർത്താനുള്ള നീക്കമാണ്. ഇപ്പോൾ നിലവിൽ 20% ലിമിറ്റാണ് ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന് ഇന്ത്യൻ ബാങ്കുകളിലുള്ളത്. അപ്പോൾ ആ ഒരു 20% ലിമിറ്റ് എടുത്തു കളയാനുള്ള ഒരു തീരുമാനമാണ് വരാൻ പോകുന്നത്. ഇപ്പോൾ ചില PSU ബാങ്കുകളായിട്ടുള്ള ഇപ്പോൾ യൂക്കോ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, പഞ്ചാബ് സിന്ധ് ബാങ്ക്, അതുപോലെ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ പോലെയുള്ള സ്റ്റോക്കുകളിൽ 90% ഗവൺമെന്റ് ഹോൾഡിംഗ് ആണുള്ളത്. ഇത്തരം സ്റ്റോക്കുകളിൽ കൂടുതൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് വരികയാണെങ്കിൽ ഗവൺമെന്റിന്റെ ഈ ഷെയറുകൾ തീർച്ചയായിട്ടും ഗവൺമെന്റ് ഓഫീസ് വഴി സെൽ ചെയ്യാനുള്ള സാധ്യതകളാണുള്ളത്. ഇതുപോലെ തന്നെ ലാർജ് കോർപ്പറേറ്റുകളെ ബാങ്കിങ് സെക്ടറുകളിലേക്ക് ആകർഷിക്കാനും നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ കമ്പനീസിനെയൊക്കെ അപ്ഗ്രേഡ് ചെയ്ത് അതിനെയൊക്കെ ഒരു ഫുൾ ഫ്ലഡ്ജഡ് കമേഴ്ഷ്യൽ ബാങ്കാക്കി മാറ്റാനുമുള്ള നിർദ്ദേശങ്ങളും ആ റിപ്പോർട്ടുകളിൽ വന്നിരുന്നു. അപ്പോൾ ഇങ്ങനെ ബാങ്കിങ് രംഗത്ത് വലിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുവാനുള്ള ശക്തമായ പ്രഖ്യാപനങ്ങൾ ഫ്യൂച്ചറിൽ ഉണ്ടാകുമെന്നാണ് ഈ ഒരു സൂചന നൽകുന്നത്. അപ്പോൾ ബാങ്കിങ് ഇക്കോസിസ്റ്റം ഇംപ്രൂവ് ചെയ്യാനും രാജ്യത്തിൻ്റെ ക്രെഡിറ്റ് ലെൻഡിങ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കുവാനുമുള്ള ആ ഒരു ശ്രമങ്ങൾ, അതുവഴി നമ്മുടെ ക്യാപിറ്റൽ വൈഡൻ ചെയ്യാനുമുള്ള ഒരു നീക്കമാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഫോറിൻ ഫണ്ടുകൾ കൂടുതലായിട്ട് ലോങ് ടേമിലേക്ക് ആകർഷിക്കാൻ ഈ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. മറ്റൊരു കാര്യം നമ്മൾ കാണുന്നത് ശക്തമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയിൽ അവിടെ ഒരു കടന്നുകയറ്റത്തിന് ശ്രമിക്കുന്ന ജിയോ ബ്ലാക്ക് റാക്ക് മ്യൂച്വൽ ഫണ്ട് അവർ ഏറ്റവും ഒടുവിൽ 4 മ്യൂച്വൽ ഫണ്ടുകൾ കൂടി മാർക്കറ്റിൽ ഇറക്കുവാനുള്ള അനുമതി സെബിയിൽ നിന്ന് നേടിയിരിക്കുകയാണ്. ഈ 4 ഫണ്ടുകളിൽ 3 ഈക്വിറ്റി ഇൻഡെക്സ് ഫണ്ടുകളാണ്, 1 ഡെറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഇൻഡെക്സ് ഫണ്ടുമാണ്. ജിയോ ബ്ലാക്ക് റോക്ക് നിഫ്റ്റി മിഡ് ക്യാപ് 150 ഇൻഡെക്സ് ഫണ്ട്,
അതുപോലെ ജിയോ ബ്ലാക്ക് റോക്ക് നിഫ്റ്റി നെക്സ്റ്റ് 50 ഇൻഡെക്സ് ഫണ്ട്, അതുപോലെ ജിയോ ബ്ലാക്ക് റോക്ക് നിഫ്റ്റി സ്മോൾ ക്യാപ് 250 ഇൻഡെക്സ് ഫണ്ട്. ഇതാണ് പ്രധാനപ്പെട്ട 3 ഈക്വിറ്റി ഇൻഡെക്സ് ഫണ്ടുകൾ അവർ മാർക്കറ്റിൽ ഇറക്കാൻ പോകുന്നത്. ഇത് കൂടാതെ നിഫ്റ്റി 8 to 13 ഇയേഴ്സിൻ്റെ ഗവൺമെൻറ് സെക്യൂരിറ്റി ഇൻഡെക്സ് ഫണ്ട്, 8 മ്യൂച്വൽ ഫണ്ട് സെഗ്മെൻറ്റിലുള്ള ഈ ഒരു ഇൻഡെക്സ് ഫണ്ടും അവർ മാർക്കറ്റിൽ ഇറക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് ജിയോ ബ്ലാക്ക് റോക്കിൻ്റെ മൊത്തത്തിലുള്ള അവരുടെ ടാർഗറ്റ് ഏകദേശം 12 to 15 മ്യൂച്വൽ ഫണ്ടുകളിൽ മാർക്കറ്റ് ഇറക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഓരോ ഘട്ടമായിട്ടുള്ള നീക്കമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി മറ്റൊരു സ്റ്റോക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അശോക് ലാലൻഡ് എന്ന സ്റ്റോക്ക്, അത് 250 രൂപ റേഞ്ചിൽ ട്രേഡ് ചെയ്ത സ്റ്റോക്ക് ഇന്ന് നമ്മൾ കാണുന്നത് 123 എന്നുള്ള പ്രൈസിലേക്ക് ഏകദേശം 51% ഒരു ഡ്രോപ്പ് വന്നതായിട്ട് കാണാം. ഈ ഡ്രോപ്പ് ഒരിക്കലും ബിസിനസ് റിലേറ്റഡ് ആയിട്ടോ റിസൾട്ട് റിലേറ്റഡ് ആയിട്ടോ അല്ല, കമ്പനിയുടെ ബോണസ് ഇഷ്യൂ നൽകിയത് കൊണ്ടാണ്. 1:1 എന്ന അടിസ്ഥാനത്തിൽ ബോണസ് ഇഷ്യൂ നൽകാനുള്ള കമ്പനിയുടെ തീരുമാനം, അത് നടപ്പിലാകുന്ന റെക്കോർഡ് ഡേറ്റ് ജൂലൈ 16 ആയിരുന്നു. അപ്പോൾ ആ ഡേറ്റിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പ്രൈസ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഇതിലുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ ഇപ്പോൾ ഈ ഷെയർ വന്നിട്ടുണ്ടാവില്ല. ജൂലൈ 17 അവരുടെ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് അത് വരിക. അതുപോലെ ട്രേഡ് ചെയ്യാനുള്ള അവസരം കിട്ടുക ജൂലൈ 18 മുതലായിരിക്കും എന്നാണ് അശോക് ലൈലൻഡിൻ്റെ റിപ്പോർട്ടുകളിൽ കാണുന്നത്. അപ്പോൾ അശോക് ലൈലൻഡിനെ സംബന്ധിച്ചിടത്തോളം 2011 ഒരു ബോണസ് ഇഷ്യൂ നൽകിയതിന് ശേഷം ഇത് ഇവരുടെ രണ്ടാമത്തെ ബോണസ് ഇഷ്യൂ ആണ്. ഇപ്പോൾ 2025 മെയ് മാസമാണ് ഇത് അനൗൺസ് ചെയ്തത്. ആ സമയത്ത് കമ്പനിയുടെ മാർച്ച് ക്വാർട്ടർ റിസൾട്ട് എക്സലൻ്റ് ആയിരുന്നു. ഇപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ PE നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻഡസ്ട്രി PE 38, മീഡിയൻ PE 27, സ്റ്റോക്കിൻ്റെ ഇപ്പോഴത്തെ PE 23 ആണ്. വാല്യുവേഷൻ വൈസ് അണ്ടർ വാല്യൂഡ് ആയിട്ടാണ് നമുക്ക് ഈ സ്റ്റോക്ക് ഇപ്പോൾ കാണുന്നത് എങ്കിലും ഈ സ്റ്റോക്കിൻ്റെ പ്ലഡ്ജ്ഡ് പെർസെൻറ്റേജ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 41% ഷെയർസ് ആണ് പ്രൊമോട്ടേഴ്സ് പ്ലഡ്ജ് ചെയ്തിട്ടുള്ളത്. കൂടാതെ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ വളരെ ഹൈ ആണ്. 4.08 എന്നുള്ള വമ്പിച്ച ഒരു ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ ആണ് ഇതിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട റെഡ് ഫ്ലാഗ് ആണ് ഈ കമ്പനിയിൽ. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ അവരുടെ ആ ഒരു ഡെറ്റ് റിഡക്ഷനും ഈ പ്ലഡ്ജഡ് പെർസെൻറ്റേജ് റിഡക്ഷനും ഒക്കെ നിരീക്ഷിച്ചുകൊണ്ട് മാത്രം എൻട്രി എടുക്കുന്നതായിരിക്കും ലോങ് ടേമിൽ ഗുണം ചെയ്യുക എന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ബ്രേക്കിംഗ് ന്യൂസ് നമ്മൾ കാണുന്നത് HDFC ബാങ്ക് അനൗൺസ് ചെയ്ത കാര്യമാണ്. അതായത് ജൂലൈ 19 അവരുടെ ബോർഡ് മീറ്റിങ്ങിൽ ഒരു ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാനുള്ള തീരുമാനം എടുക്കാൻ പോവുകയാണ് എന്നാണ് അവരുടെ എക്സ്ചേഞ്ച് ഫയലിങ്ങിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത, HDFC അവരുടെ ചരിത്രത്തിൽ ഒരിക്കൽ പോലും ഈ രീതിയിലുള്ള ഒരു ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്തിട്ടില്ല. ഇതാദ്യമായിട്ടാണ് അവർ അത്തരമൊരു നീക്കം നടത്തുന്നത്. ഇതിനു മുമ്പ് HDFC ബാങ്കിൻ്റെ കോർപ്പറേറ്റ് ആക്ഷൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2019 2011 അവർ 2 മേജറായിട്ടുള്ള കോർപ്പറേറ്റ് ആക്ഷൻ നടത്തിയിരുന്നു. 2019 1:2 എന്ന അടിസ്ഥാനത്തിൽ അവരുടെ സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്തിരുന്നു. അതുപോലെ 2011 1:5 എന്ന റേഷ്യോയിലും സ്പ്ലിറ്റ് ചെയ്തിരുന്നു. എന്നാൽ ബോണസ് ഇഷ്യൂ അവരുടെ ഹിസ്റ്ററിയിൽ നൽകിയിട്ടില്ല എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇൻവെസ്റ്റേഴ്സിന് ഇടയിൽ വലിയ തോതിലുള്ള ഒരു കോൺഫിഡൻസ് സൃഷ്ടിക്കാൻ സഹായിക്കും. കാരണം ഒരു കമ്പനിയുടെ ഫൈനാൻഷ്യലി സ്ട്രോങ് ആകുമ്പോഴാണ് അവർ ബോണസ് ഇഷ്യൂ ചെയ്യാറുള്ളത്. ആ രീതിയിൽ നോക്കുമ്പോൾ ഇത് HDFCയുടെ ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കുവാനും അതുവഴി കൂടുതൽ ഷെയർസ് മാർക്കറ്റിലേക്ക് ഇറങ്ങാനും അങ്ങനെ ഒരു റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിൽ സ്റ്റോക്ക് ലഭിക്കാനും സാധിക്കുമെന്നാണ് കാണാൻ കഴിയുന്നത്. ഇന്ന് നമ്മൾ ജൂൺ മാസം ഇന്ത്യയിലെ പല ലീഡിംഗ് മ്യൂച്വൽ ഫണ്ട് ഹൗസുകളും അവർ പുതുതായിട്ട് ഫ്രഷായിട്ട് എൻട്രി എടുത്ത സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. അവിടെ നമുക്ക് കാണാൻ കഴിയും HDFC മിഡ് ക്യാപ് ഫണ്ട് അവർ ഫിനിക്സ് മിൽസും എലൻ ബാരി ഇൻഡസ്ട്രിയൽ ഗ്യാസസ് പോലെയുള്ള 2 സ്റ്റോക്കുകൾ പുതുതായിട്ട് അവരുടെ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ SBI മ്യൂച്വൽ ഫണ്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഡിക്സൺ ടെക്നോളജി, ആദിത്യ ബിർള ക്യാപിറ്റൽ, എസ്കോട്ട്സ് കുബാട്ട പോലെയുള്ള 3 സ്റ്റോക്കുകൾ പുതുതായിട്ട് ഫ്രഷ് എൻട്രി എടുത്തതായിട്ട് കാണാം. അതുപോലെ കൊടാക് മ്യൂച്വൽ ഫണ്ട്, ജൂബിലൻ്റ് ഇൻഗ്രേവിയ, ജൂബിലൻ്റ് ഫാർമോ, ഡാൽമിയ ഭാരത് പോലെയുള്ള സ്റ്റോക്കുകൾ പുതുതായിട്ട് എൻട്രി എടുത്തിട്ടുണ്ട്. അതുപോലെ ആക്സിസ് മ്യൂച്വൽ ഫണ്ട് സ്വിഗ്ഗിയും ബയോകോണും ഡെലിവറിയും അവരുടെ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്തിട്ട് കാണാം. നിപ്പോൺ ഇന്ത്യ മ്യൂച്വൽ ഫണ്ട് ഹീറോ മോട്ടോകോപ്പും അപ്പോളോ ഹോസ്പിറ്റൽസും HDB ഫൈനാൻഷ്യൽ സർവീസസും അവരുടെ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ക്വാണ്ട് മ്യൂച്വൽ ഫണ്ട് നോക്കുകയാണെങ്കിൽ അവിടെ കാപ്രി ഗ്ലോബൽ, സുവൻ ലൈഫ് സയൻസ്, ടൈറ്റൻ കമ്പനിയൊക്കെയാണ് അവരുടെ പോർട്ട്ഫോളിയോയിൽ പുതുതായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ICICI പ്രൊഡൻഷ്യൽ മ്യൂച്വൽ ഫണ്ട് നോക്കുകയാണെങ്കിൽ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഫൈനാൻഷ്യൽ സർവീസ്, കെയ്ൻസ് ടെക്നോളജി, ബയോകോൺ പോലെയുള്ള സ്റ്റോക്കുകളാണ് ഫ്രഷ് എൻട്രി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ മറ്റൊരു കാര്യം കൂടി നമ്മൾ നോക്കുമ്പോൾ ചില സ്റ്റോക്കുകളിൽ പല മ്യൂച്വൽ ഫണ്ടുകളും കംപ്ലീറ്റ് എക്സിറ്റ് നടത്തിയതായിട്ടും കാണാം. അത്തരത്തിലുള്ള ഒരു സ്റ്റോക്ക് നമ്മൾ കാണുന്നത് ഇനോക്സ് വിൻഡ് ആണ്. മറ്റൊരു സ്റ്റോക്ക് ഇതേപോലെ കംപ്ലീറ്റ് എക്സിറ്റ് നടന്നിട്ടുള്ളത് ഹ്യൂബാഷ് കോളറൻസ് ഇന്ത്യ ആണ്. മറ്റൊന്ന് കെംകോൺ സ്പെഷ്യാലിറ്റി കെമിക്കൽസ് ആണ്. മറ്റൊരു സ്റ്റോക്ക് ഇൻഡോടെക് ട്രാൻസ്ഫോമേഴ്സ്, അതുപോലെ DP അബൂഷാൻ,
അതുപോലെ സാക്സോഫ്റ്റ്, ജെൻസോൾ എഞ്ചിനീയറിംഗ്, ഈ സ്റ്റോക്കുകളിലൊക്കെയാണ് പല മ്യൂച്വൽ ഫണ്ട് ഹൗസുകളും കംപ്ലീറ്റ് ആയിട്ട് എക്സിറ്റ് ആയതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.